സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഫ്രണ്ട് അവളെ എനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചു തരുന്നത്. അവനോട് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം ഷോക്കായിട്ട് എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്നുള്ള പേരിൽ നമ്മുടെ റിയാസ് സലീം ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരും വെച്ച് ഒരു അതിഗംഭീരമായിട്ടുള്ള അറ്റാക്കാണ് പാകിസ്ഥാനെതിരെ നടത്തിയത്. അപ്പോൾ അതും പാകിസ്ഥാനെതിരെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ മാത്രമായിട്ടാണ് ആ ഒരു അറ്റാക്ക് നടത്തിയത് നമുക്ക് പറയാം. അങ്ങനെ അറ്റാക്ക് നടത്തിയിട്ട് അവിടെ 2-3 പേര് മരിച്ച സമയത്ത് ഈ ആളുകൾ ഇങ്ങനെ കൊന്നൊടുക്കിയിട്ട് എന്ത് കാര്യം എന്ന രീതിയിലായിരുന്നു റിയാസ് സലീം ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ തന്നെ അവൻ അത്യാവശ്യം ഗംഭീരമായിട്ട് എയറിൽ പോയതാണ്. നീ ഇപ്പോൾ പാകിസ്ഥാനൊപ്പമാണോ, നീ അതോ ഇന്ത്യയുടെ ഒപ്പമാണോ താനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന എന്ന രീതിയിലാണ് ആളുകളൊക്കെ ചോദിച്ചത്. അപ്പോഴും അതിനെ കളിപ്പിച്ചുകൊണ്ട് മുടിവെട്ടുന്ന രീതിയിലും അല്ലാത്ത രീതിയിലും കുറെ സ്റ്റോറികളൊക്കെ ഇട്ടിട്ട് നമ്മളെ കളിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുക എന്നല്ലാതെ അവന് വേറൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്താനുണ്ടായിരുന്ന കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നിഷ്കളങ്കരായിട്ടുള്ള വളരെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറച്ച് ടൂറിസ്റ്റുകൾ, പല നാട്ടിൽ നിന്നും വന്ന ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ അവിടെ ഗംഭീരമായിട്ട് ആസ്വദിക്കുന്ന സമയത്താണ് ആ പാവങ്ങളെ പേര് വിളിച്ചുകൊണ്ടും അവരെ മതം ചോദിച്ചുകൊണ്ടും കൃത്യമായിട്ടും അവരെ കൊന്നൊടുക്കുന്ന രീതി അത് പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു കയറിയിട്ട് ഉണ്ടായെന്നറിയാം. ഇതിന്റെ ഭാഗമായിട്ട് അതിന് പകരം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു 15 ദിവസം കാത്തു നിന്നിട്ട് തീവ്രവാദികളെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന രീതിയിലൊക്കെ സംഗതി ഉണ്ടായത്. എന്തായാലും ആ കൊല്ലുന്ന സമയത്ത് ആ ഒരു തീവ്രവാദികളുടെ കൃത്യമായിട്ട് അവർ വീടിനെ നെഞ്ചത്തേക്ക് തന്നെയാണ് ബോംബുകളൊക്കെ നമ്മുടെ രാജ്യം കൊണ്ടുപോയിട്ടത്. കൃത്യമായിട്ട് അവരെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലേക്ക് കുറച്ചു കാലം മുമ്പ് വന്ന് ഡൽഹിയിൽ ഒരു വലിയ തീവ്രവാദ ആക്രമണം ഉണ്ടാക്കിയ അവർക്കൊക്കെ പരിശീലനം കൊടുത്ത സ്ഥലത്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ബോംബിട്ടതെന്ന് അറിയാം. അങ്ങനെ മരണപ്പെട്ടവരിൽ അവരെ ചില കുടുംബക്കാരുണ്ട്. എന്തായാലും അവരൊക്കെ ഒരുമിച്ച് ജീവിക്കും മറ്റും പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പരമാവധി ദ്രോഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും അവർ അത്ര നല്ല പുള്ളികളല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. അപ്പോൾ അങ്ങോട്ട് ബോംബിട്ട സമയത്ത് ഇവന് നന്നായിട്ട് ഇവന് പൊള്ളലെന്ന് വെച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള പൊള്ളലായിരുന്നു. അവിടുത്തെ മരണത്തിൽ മാത്രം വേദനിക്കുകയും നമ്മൾ ഇന്ത്യക്കാര് അവരുടെ ആക്രമണം കൊണ്ട് നമ്മൾ മരണപ്പെടുമ്പോൾ ഇവനൊന്നും ഒരു വേദനയില്ല. ഇവനെപ്പോലെ ആളുകൾക്ക് ഒരു വേദന ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ ഗംഭീരമായിട്ട് ചൊറിഞ്ഞു വന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് ചൊറിഞ്ഞു വരുന്ന സമയത്ത് ഏതോ ഒരു പെൺകുട്ടി, എനിക്കറിയില്ല, അവന് ഉപദേശിക്കുന്നുണ്ട്, റിയാസ് സലീമിനെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഈ ഒരു പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് അവൻ വീണ്ടും ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി, എൻ്റെ രാജ്യം ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ ഞാൻ ഒരിക്കലും സംതൃപ്തനല്ല എന്ന രീതിയിലായിരുന്നു. എന്തായാലും ആ പെൺകുട്ടിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടു. അവൾ വളരെ വൃത്തിയായിട്ട് നേരിട്ടിട്ട് കേസ് കൊടുത്തു. എന്തായാലും അവർ തന്നെ പറയുന്ന ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഫ്രണ്ട് അവളെ എനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചു തരുന്നത്. അവനോട് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം ഷോക്കായിട്ട് എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിലും 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യമായിരുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു ചാനലിന്റെ ഒരു ന്യൂസ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ വെരിഫൈഡ് ആകുക, അത് ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ ആൾക്കാരെ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ലാന്ന് പ്രത്യേകം കേന്ദ്രത്തിനുള്ള നിർദ്ദേശമുണ്ട്. ഈ ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയതായിരിക്കും ആ സമയത്ത് ഏറ്റവും വലിയ ധീരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിലെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ധീരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം ആൾക്കാരെ മരിച്ചു. ഒരു ധീരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ പുണ്യവാന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവരെ മരിച്ചതിന് ഇവരെ വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. ഇതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാം പറ്റും അവന്റേതായ രീതിയിൽ അവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു
സ്റ്റോറി ഇട്ടു. അതാണ് ഇട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണ് അത് ഡിലീറ്റ് ചെയ്ത്. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കത്തുള്ളൂ, ഞാൻ അതിനു വേണ്ടി ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ ഈ നാടിനെ തന്നെ തരംതാഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണ്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിനെ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം ആ കേസിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം നമുക്ക്. അടിപൊളി അടിപൊളി എന്ന് മാത്രം പറയാൻ കഴിയുന്നു. ഇതിപ്പോ ഇതിൽ അവസാനിക്കുന്നില്ല കേട്ടോ. ഒരു സിനിമാ നടി കൂടി ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറയണ്ടായി. അവർ പറയുന്നത് അവിടെ 10 പേരെ കൊന്നതുകൊണ്ട് ഇവിടെ 10 പേരെ കൊന്നുകൊണ്ട് എന്ത് കാര്യം എന്ന രീതിയിലൊക്കെ ഒരു അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മൾ രാജ്യം ഒരു യുദ്ധ സമാനമായി നിൽക്കുന്ന സമയത്ത് ഇമ്മാതിരി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് പറയുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ ഇങ്ങനെ കൊന്നു കൊലവിളിക്കുന്ന സമയത്ത് ഒരു വിഷമില്ലാതിരിക്കുകയും അവിടെ പോയിട്ട് അവിടുത്തെ തീവ്രവാദികളെ മാത്രം നമ്മൾ ഇല്ലാണ്ടാക്കി തീർക്കുന്ന സമയത്ത് വലിയ വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ രാജ്യവിരുദ്ധരെന്നല്ലാതെ വേറെ എന്ത് പേര് വിളിക്കുന്ന അറിയില്ല. എന്തായാലും ഇതേപോലെ മറീന എന്ന് പറയുന്ന ഒരു സിനിമാ നടിയോട് ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ ഉത്തരം കൂടി ഒന്ന് കേൾക്കണേ. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമുക്ക്. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഇവിടെ 10 പേരെ കൊന്നു, അവിടെ 10 പേരെ കൊന്നു, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇടും ഒരു അതേപോലെ ചെയ്യുന്നത് ശരിയാണോ എനിക്കറിയില്ല. പാകിസ്ഥാനി ഫ്രണ്ട്സ് അത് പറയുന്നത് ഇവൾക്ക് കുറെ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, ഇവൾക്ക് കുറെ ജമ്മു കാശ്മീർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവിടെയുടെ ഒരു ടാലി ഉണ്ടാക്കാനുള്ള ഏർപ്പാടായിരുന്നു. അങ്ങനെ ഉണ്ട്, കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. അത്യാവശ്യം എയറിലാണ്. എന്തായാലും ഇങ്ങനെ ഈ സംഗതി വളരെ എയറിലായി ഇവരാ കുടുങ്ങി വെച്ച സമയത്ത് ഇവരതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. അത് അതിനേക്കാൾ വലിയ അബദ്ധമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു 1-2 ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എനിക്ക് സംസാരിച്ചു. ഇപ്പൊ പാക് വാറിനെ പറ്റി സംസാരിച്ചു. ഒന്നാമത് അത് വളരെ തിരക്കുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അതൊരു ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത്. എന്റെ പൊന്നു മറീന ചേച്ചി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ചോദിക്കുന്നത് രാവിലെ കഞ്ഞി കുടിച്ചോന്നോ അല്ലെങ്കിൽ ചോറുന്നോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് റിഫ്ലക്സ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഇപ്പൊ ഉത്തരം പറയാൻ കഴിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരും, ഞാൻ ആലോചിച്ച് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞതെന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലാതെ മൈക്കും കൊണ്ടുപോയിട്ട് നീട്ടി വരുന്ന എല്ലാവരുടെ മുമ്പിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം തന്നെ ഉത്തരം പറയണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ അവിടെ ചെയ്തത് അവിടെ എന്തായാലും ചോദ്യം ചോദിക്കല്ലേ, അപ്പൊ ഒരു ബുദ്ധിജീവി അങ്ങോട്ട് എടുത്തുകൊണ്ട് അണിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറെ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കുറെ ജമ്മു കാശ്മീർ ഫ്രണ്ട്സ് ഉണ്ട്. ആ പാകിസ്ഥാൻ ഫ്രണ്ട്സിനെ കൊല്ലുന്നത് ശരിയാണോ, ഇന്ത്യൻ സിവിലിയൻസിനെ കൊല്ലുന്നത് ശരിയാണോ എന്ന രീതിയിൽ കുണാപ്പിച്ച ഒരുമാതിരി വർത്തമാനം പറയാൻ നിന്നതാണ് നിങ്ങൾക്ക് സംഭവിച്ച തെറ്റ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാറില്ല, കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 10 പേരെ കൊന്നു, അവിടെ ഒരു 10 പേരെ കൊന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു അവിടെ 10 പേരെ കൊന്നിട്ട് അതെങ്ങനെയാ മനസ്സിലാവുന്നത്? നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച സിവിലിയൻസിനാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ സിവിലിയൻസിനെ എല്ലാ അറ്റാക്കത്തിൽ അവർക്ക് തീവ്രവാദികളെ മാത്രം തെരഞ്ഞെടുപ്പിച്ചിട്ടാണ്. അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞത് തെറ്റില്ലേ? എന്തുവായി പറയുന്നത്? അത് ഈ ടെററിസ്റ്റിനെയാണ്. പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന്, ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. 3ാമത്തത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ അവർ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ വരുന്ന ഒരു സാധനമാണ്. അതിൽ ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു. ഇതൊക്കെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ യുദ്ധം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ജനിച്ച ഈ നാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വേണ്ടത്. ഈ സമയത്ത് അവിടെ ഇവിടെയും തൊടായിട്ടുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് മറീന ചേച്ചിക്ക് നല്ല ബുദ്ധിയോടുകൂടെ ഉത്തരം പറയുന്ന മറീന ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്.
രാജ്യക്കാരിയാണെന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവരുടെ. അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു കിടക്കണോ, അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണോ? ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നുള്ളതും ഭയങ്കര എവിഡന്റ് ആണ്. ബട്ട് വാട്ട് ഐ ആസ്കിങ് ഇസ്, ഇപ്പൊ നമ്മളിവിടെ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു, ഇനി അവരെ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവര് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട്, ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയാ യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓരോ കാര്യം എന്തായാലും ഇതാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്രമണം ഉണ്ടായത് നമ്മളെ സിവിലിയൻസിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പോയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മനഃപൂർവ്വം ഒരു രാവിലെ എണീച്ചിട്ട് ഉറക്കം വെച്ചിട്ട് ശരി ഇന്ന് നമുക്ക് പാകിസ്ഥാനെ അങ്ങോട്ട് ആക്രമിച്ച് കളയാന്നല്ല. ഏകദേശം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കുമ്പോൾ 6-7 തവണ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പോഴെല്ലാം നമ്മൾ വളരെ നിശബ്ദമായിരിക്കുകയായിരുന്നു. ഇവർ ഈ അറ്റാക്ക് നടത്തുമ്പോൾ മിണ്ടാണ്ടിരിക്കട, അടങ്ങിയിരിക്കുക എന്നുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഒരു അറ്റാക്ക് അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ അതിനൊന്നും താങ്ങാനുള്ള രാജ്യമില്ല പാകിസ്ഥാന് കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അറിയുന്നോണ്ടായിരിക്കാം അങ്ങോട്ട് നടത്താത്തത്. എന്നിട്ടും ചൊറിഞ്ഞ് അവസാനം അങ്ങോട്ടും ചൊറിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെ കൊറോണത്തിന് നന്നായിട്ട് അതിനേക്കാൾ ഭീകര ചൊറി. ഇതിനെയാണ് പ്രത്യപത്തിൽ രാജ്യവിരുദ്ധത എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന സുഹൃത്ത്. എന്തായാലും ഇവർക്കൊക്കെ എതിരെയുള്ള കേസുകളൊക്കെ വൃത്തിയായിട്ട് പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. റിയാസിനൊക്കെ ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് മുഖത്ത് മേക്കപ്പ് ചെയ്യാനും ലിപ്സ്റ്റിക് ഇടാനാണല്ലോ. ഇനി ആ ലിപ്സ്റ്റിക് ഒക്കെ ഇനി ജയിലിൽ വെച്ചിടാം. ആശംസകൾ. ബൈ.